അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ് അൽ ഫിഖ്ഹുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ അഞ്ചാമത്തെ പാഠം ഷത്റൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിന് നേരെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠത്തിൽ കഅബയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഖിബിലയാകുന്ന കഅബയെക്കുറിച്ച്, കഅബയിലേക്ക് ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് പാഠം വായിക്കാം. കഅബ പുനർനിർമ്മിക്കൂ. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ പ്രളയത്തിൽ കഅബ തകർന്നിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് എന്തുണ്ടായിട്ടുണ്ട്? വലിയൊരു പ്രളയം ഉണ്ടായിട്ടുണ്ട്. ആ പ്രളയത്തിൽ കഅബ തകർന്നിരുന്നു. ആ കഅബയെ പുനർനിർമ്മിക്കാനാണ് ആരോട് പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുനർനിർമ്മാണം തുടങ്ങി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലുകൾ എടുത്തു കൊടുത്ത് സഹായിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുതുക്കി പണിയുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ സഹായിക്കാൻ ആരുണ്ട്? മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്. എങ്ങനെയാണ് സഹായിക്കുന്നത്? കല്ലെടുത്ത് കൊടുത്തുകൊണ്ടാണ് സഹായിക്കുന്നത്. അൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ച് പണി പൂർത്തിയാക്കി. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. രണ്ടുപേരും ദുആ ചെയ്തു. അപ്പോൾ കഅബയുടെ പുനർനിർമ്മാണത്തിന് ശേഷം രണ്ടുപേരും കൂടെ അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തതാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇനി ആരാണ് ആദ്യം കഅബ നിർമ്മിച്ചത്? സിറാജ് ചോദിച്ചു. സിറാജിനൊരു സംശയം വന്നു അവിടെ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കഅബ കഅബ ഉണ്ടാക്കാനല്ല പറഞ്ഞത്, പുനർനിർമ്മിക്കാനല്ല പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ് കഅബ തകർന്നതെന്നും പറഞ്ഞു. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിന് മുമ്പ് എന്തുണ്ട്? കഅബ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുമ്പും കഅബ ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അവിടെ സിറാജിൻ്റെ സംശയമാണ്, ആരാണ് ഈ കഅബ നിർമ്മിച്ചത്? അത് ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. മലക്കുകൾ. ഉപ്പ പറഞ്ഞു. ആരാണ് കഅബ നിർമ്മിച്ചത്? മലക്കുകളാണെന്ന് ഉപ്പ പറഞ്ഞു കൊടുത്തു. ഇനി കഅബയുടെ മഹത്വം പറയാണ്. ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് പരിശുദ്ധ കഅബ. ഭൂമിയിൽ അല്ലാഹു തആലക്ക് ആരാധന ചെയ്യാനുള്ള ആദ്യത്തെ ആരാധനാലയമാണ് ഏത്? പരിശുദ്ധ കഅബ എന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാമിന് 7000 വർഷം മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിരുന്നു. മലക്കുകളാണ് കഅബ നിർമ്മിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിൻ്റെ 7000 വർഷം മുമ്പ് ആര് തവാഫ് ചെയ്യുന്നുണ്ട്? മലക്കുകൾ കഅബ തവാഫ് ചെയ്തിരുന്നു. ഇനി കഅബ കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഅബ കാണുമ്പോഴുള്ള ദുആ ആര് സ്വീകരിക്കും? അല്ലാഹു തആല സ്വീകരിക്കും, അതിന് ഉത്തരം ലഭിക്കുമെന്ന്. കഅബയാണ് നമ്മുടെ ഖിബില. ഖിബിലയ്ക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നമ്മുടെ ഖിബില ഏതാണ്? കഅബയാണ്. ആ കഅബ കൊള്ള തിരിഞ്ഞ് നിസ്കരിക്കൽ നമുക്കെന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഷർത്ത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം എന്താകൂല? ശരിയാകൂല. ഇനി കിടന്ന് നിസ്കരിക്കുന്നവർ പോലും സാധിക്കുമെങ്കിൽ ഖിബിലയ്ക്ക് മുന്നിടണം. കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പോലും അവനക്ക് കഴിയുന്ന രൂപത്തിൽ അവൻ എന്ത് ചെയ്തോളണം? ഖിബിലയ്ക്ക് മുന്നിടണം. ഇനി അതെങ്ങനെയൊക്കെയാണ് മുന്നിടേണ്ടത്? അവിടെയാണ് സിറാജിൻ്റെ സംശയം വരുന്നത്. സിറാജ്, കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് ഖിബിലയ്ക്ക് മുന്നിടുക? കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് ഖിബിലയ്ക്ക് മുന്നിടുക? അപ്പോൾ ഉപ്പ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ അവരുടെ നെഞ്ചുകൊണ്ട് ഖിബിലയ്ക്ക് മുന്നിടണം. നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിലും ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിലും ഏത് ഭാഗമായിരിക്കണം ഖിബിലക്കുണ്ടാകേണ്ടത്? അവൻ്റെ നെഞ്ചായിരിക്കണം. നെഞ്ച് എവിടേക്ക് മുന്നിടണം? ഖിബിലയിലേക്ക് മുന്നിടണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും ഖിബിലക്ക് നേരെയാക്കണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മുഖവും അവൻ്റെ നെഞ്ചും എവിടേക്കായിരിക്കണം? ഏത് ഭാഗത്തേക്കായിരിക്കണം? ഖിബിലയിലേക്കായിരിക്കണം ഉണ്ടാകേണ്ടത്. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ഉള്ളൻ കാലുമാണ് ഖിബിലക്ക് മുന്നിടിക്കേണ്ടത്.
മലർന്നു കിടന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ ഏതാണ് ഖിബിലക്ക് മുന്നിടിക്കേണ്ടത്? അവൻ്റെ മുഖവും ഉള്ളൻ കാലും അതുപോലെ തന്നെ അവൻ്റെ മുഖവുമാണ് എവിടേക്ക് മുന്നിടിക്കേണ്ടത്? ഖിബിലയിലേക്ക് മുന്നിടിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും ഇത് രണ്ടുകൊണ്ടാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. എന്നാൽ മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ അവൻ്റെ മുഖവും അവൻ്റെ ഉള്ളൻകാലും, നമ്മൾ ചവിട്ടടിക്കാലുണ്ടല്ലോ അടിഭാഗം, അതാണ് ഉള്ളൻകാലെന്ന് പറഞ്ഞത്, ആ കാലുകൊണ്ടുമാണ് എവിടേക്ക് മുന്നിടേണ്ടത്? ഖിബിലയിലേക്ക് മുന്നിടിക്കേണ്ടത്. സിറാജിൻ്റെ അടുത്ത് സംശയം, യാത്രാവേളകളിൽ ഖിബിലക്ക് മുന്നിടാതെ നിസ്കരിക്കാറില്ലേ? സിറാജ് കണ്ടിട്ടുണ്ട്. യാത്രാവേളകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നിസ്കരിക്കുന്ന സിറാജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിറാജ് ചോദിക്കുകയാണ് ഉപ്പാനോട്, യാത്രാവേളകളിൽ ഖിബിലക്ക് മുന്നിടാതെ നിസ്കരിക്കാറില്ലേ? അപ്പോൾ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ് അതേതാണ് നിസ്കാരം എന്ന്. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഖിബിലക്ക് നേരെ തിരിയൽ നിർബന്ധമില്ല. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം, ഹലാലായ യാത്ര, ഏതാ ഹലാലായ യാത്ര? നമ്മൾ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുന്നു, അതല്ലെങ്കിൽ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ഇസ്ലാമിൽ അനുവദനീയമായ മറ്റ് യാത്രകൾ. ഈ യാത്രയിലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് നമ്മൾ എവിടേക്ക് മുന്നിടൽ നിർബന്ധമില്ല? ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. അപ്പോൾ ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ലാത്ത നിസ്കാരം ഏതാ? ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരങ്ങൾ. അതിലേക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ഖിബിലക്ക് മുന്നിടേണ്ടതില്ല. എന്നാൽ ഫർള് നിസ്കാരത്തിൽ ഖിബില ഒഴിവാക്കാൻ പാടില്ല. ഫർള് നിസ്കാരമാണോ എവിടേക്ക് തന്നെ മുന്നിട്ടോളണം? ഖിബിലയിലേക്ക് തന്നെ മുന്നിട്ടോളണം. ഇനി രോഗം കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഖിബില ഒഴിവായാൽ വീണ്ടും നിസ്കരിക്കണം. ഒരാൾക്ക് ശക്തമായ രോഗമാണ്, അത് കാരണത്താൽ അയാൾക്ക് ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കാൻ കഴിയൂല. ആ രൂപത്തിലുള്ള രോഗമാണ് അയാൾക്കുള്ളത്. ഒരു നിലക്കും ഖിബിലക്ക് തിരിഞ്ഞിടക്കാൻ കഴിയൂല എന്ന് അയാൾ എന്ത് ചെയ്യണം? ആ സമയത്തെ മാനിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം? നിസ്കാരം നിർവഹിക്കണം. അതിനുശേഷം അയാളുടെ രോഗമൊക്കെ മാറിയതിന് ശേഷം എന്ത് ചെയ്യുക? പിന്നീട് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആ നിസ്കാരത്തെ മടക്കുകയും വേണം. അതുപോലെ തന്നെ അറിയാത്തത് കൊണ്ട്, ഒരാൾക്ക് ഖിബില എവിടെയെന്ന് അറിയില്ല, ഏത് ഭാഗത്തേക്കാണെന്ന് ഖിബില അറിയില്ല, എന്നാൽ അയാളുടെ ധാരണ വെച്ചുകൊണ്ട് തിരിഞ്ഞ് ഖിബില ആ ഭാഗത്തേക്കാണ് എന്ന ലക്ഷ്യത്തോടു കൂടെ അയാൾ നിസ്കരിക്കുന്നു. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഖിബിലയുടെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തോളണം? ആ നിസ്കാരം മാറ്റി നിസ്കരിച്ചോളണം. അതാണ് പറഞ്ഞത്, രോഗം കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഖിബില ഒഴിവായാൽ വീണ്ടും നിസ്കരിക്കണം. നിസ്കാരത്തെ അവിടെ എന്ത് ചെയ്തോളണം? മടക്കി നിസ്കരിച്ചോളണം. വീണ്ടും നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ മനസ്സിലായി, രോഗി ഏത് രൂപത്തിലെങ്കിലും എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതുപോലെ തന്നെ അറിയാത്ത ഒരാളാണെങ്കിലും അവൻ ആ സമയത്തെ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം നിസ്കാരത്തെ മടക്കി നിസ്കരിക്കണം. ഉപ്പ, പരിശുദ്ധ കഅബ കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. സിറാജ് ആമീൻ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് അങ്ങേ നാം തിരിക്കും. അങ്ങ് ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് അങ്ങേ നാം തിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വനക്തുബ്, വായിച്ച് എഴുതാനുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. പരിശുദ്ധ കഅബ, അൽ ഹജറുൽ അസ്വദ്, ആരാധനാലയം, യാത്രവേളകൾ. ഇത് കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. അതോടൊപ്പം ഇതേ രൂപത്തിൽ ഈ വരിയിലേക്ക് എഴുതുകയും ചെയ്യുക. ഹർക്കത്തുകൾ തെറ്റാതെ, പുള്ളികൾ തെറ്റാതെ അതേ രൂപത്തിൽ എഴുതുക. ഇനി രണ്ടാമത്തെ നംല ഉൽ ഫറാഗ്, വിട്ട ഭാവം പൂരിപ്പിക്കുക. 1. അള്ളാഹു ഡാഷിനോട് കഅബ പുനർനിർമ്മിക്കാൻ കൽപ്പിച്ചു. ആരോടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. 2. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഡാഷ് കഅബ നിർമ്മിക്കാൻ സഹായിച്ചു. ആരെ സഹായിച്ചു? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കാൻ സഹായിച്ചു. 3. ആദ്യം കഅബ നിർമ്മിച്ചത് ഡാഷ് ആണ്. ആരാണ്? മലക്കുകൾ. 4. കഅബക്കു നേരെ തിരിയൽ ഡാഷിൻ്റെ ഷർത്താണ്, നിസ്കാരത്തിൻ്റെ ഷർത്താണ്. 5. കഅബ കാണുമ്പോഴുള്ള ഡാഷ് സ്വീകരിക്കും. കഅബ കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. 1. കിടന്നു നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് കഅബക്കു നേരെ തിരിയേണ്ടത്? ആൻസർ: ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും ഖിബിലക്ക് നേരെയാക്കുകയും മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ഉള്ളൻ കാലുകളുമാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. 4. നുബയ്യനു സിയാഖ്, സന്ദർഭം വിവരിക്കുക.
ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബയുടെ പുനർനിർമ്മാണം പൂർത്തിയായതിന് ശേഷം ദുആ ചെയ്തതാണിത്. ഇനി അടുത്തത് അഞ്ചാമത്തത് നക്തുബ ഖംസ കലിമാത്തിൻ അലിൽ കഅബ. കഅബയെക്കുറിച്ച് 5 കലിമത്തുകൾ എഴുതണം. 1 ആദ്യത്തെ ആരാധനാലയം, 2ാമത്തത് മലക്കുകൾ നിർമ്മിച്ചു, 3ാമത്തത് നമ്മുടെ ഖിബ്ല, 4 ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചു, 5 ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്തു. ഇനി അടുത്തത് 6ാമത്തത് നജ്മഉ സുവറൽ കഅബത്തി വ നഈലുഹാ ഫിസ്സഫ്. കഅബയുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ, പിക്ചറുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. 7ാമത്തത് നർബിത്തു ബിൽ അഷ്കാലി വ നക്തുബുൽ മഅന. ഇവിടെ കൊടുത്തതിനൊക്കെ ഹർക്കത്തുകൾ കൊടുക്കണം. നമ്മൾ ഹർക്കത്തുകൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം അടിയിൽ എഴുതി കൊടുക്കുകയും വേണം. അപ്പോൾ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം പാഠത്തിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ഹർക്കത്തിട്ട് കൊടുത്താൽ മതി. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അടുത്തത് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെയാണ് ഷത്റൽ മസ്ജിദിൽ ഹറാം. അതിന് ഹർക്കത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ അർത്ഥം എഴുതുക, മസ്ജിദുൽ ഹറാമിന് നേരെ. ഇനി അടുത്തത് 3ാമത്തത് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ എന്നത് എന്ത് ചെയ്യുക? പാഠത്തിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ഫത്തവും കസറൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ പാഠത്തിൻ്റെ അവസാനത്തിൽ കോളം കൊടുത്തിട്ടുണ്ടല്ലോ, അതിലാണ് അതുണ്ടാവുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം അടിയിൽ എഴുതി കൊടുക്കുക. അങ്ങ് ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് അങ്ങയെ നാം തിരിക്കും. ഇതോടെ ഈ പാഠത്തിൽ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.